നമസ്കാരം, ഞാൻ തൗഫീഖ് സക്കരിയ, ഒരു ചരിത്രാന്വേഷിയാണ്. ദുബായിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡി SSUS കാലടി, SNDP ലൈബ്രറി കാലടിയും ചേർന്ന് നടത്തുന്ന ഈ ഇൻ്റർനാഷണൽ ഓൺലൈൻ സെമിനാറിൻ്റെ ഭാഗമായി ഞാനൊരു ചെറിയൊരു ടോപ്പിക്ക് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അത് ഇൻ സെർച്ച് ഓഫ് ബുദ്ധ ഓഫ് കൊച്ചി, അഥവാ കൊച്ചിയിലെ ബുദ്ധനെ തേടി. ഇതൊരു റിസർച്ച് ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു തീസിസ് ഒന്നോ ആയിട്ടല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞൊരു 10 വർഷക്കാലം കൊണ്ട് ഈ വിഷയം കേട്ട അന്ന് മുതൽ ഞാൻ ഇന്ന് വരയ്ക്കും മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളും ചില അതിൻ്റെ ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ഒരു ടോപ്പിക് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉതകുന്ന ചില വിവരങ്ങളും മറ്റും പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പലരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊച്ചിയിൽ ബുദ്ധനോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഞാൻ കേട്ടിട്ടുള്ളത് പല പ്രാവശ്യവും. അതായത് പല കൊളോണിയൽ പവേഴ്സായിട്ടുള്ള പോർച്ചുഗീസ്, ഡച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് മറ്റും വന്ന് ഭരണം നടത്തിപ്പോയ സ്ഥലം, അവിടെ പല ദേശക്കാരും ഭാഷക്കാരും വന്ന് താമസിച്ച് പോയൊരു സ്ഥലമാണ് കൊച്ചി. 1341 മുമ്പായിട്ട് കൊച്ചിയുടെ ചരിത്രം ഇല്ല എന്ന് വാദിക്കുന്ന ചിലരും ഉണ്ട്. അല്ലെങ്കിൽ അതിന് കൊച്ചി ഒരു വാണിജ്യ നഗരമായി മാറുന്നതിന് മുമ്പുള്ള കൊച്ചിയുടെ ചിത്രം ആരും വരച്ചിട്ടില്ല എന്നുള്ളതും അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചരിത്രത്തിൻ്റെ ചില ശേഷിപ്പുകൾ ഇന്നും കൊച്ചിയുടെ മണ്ണിൽ തന്നെയുണ്ട്. അതിൽ പലതും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, കണ്ടെത്തിയതിനൊന്നും വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വേറെ വിഷയമാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ലഭ്യമായിട്ടുള്ള ചില അറിവുകളും അതുപോലെ തന്നെ ലഭ്യമായ ചില വസ്തുതകളും ചേർത്തിണക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 2013 ഞാൻ ഈ ഒരു വിഷയം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ കൊച്ചിയിലെ യഹൂദരെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തുകയും അവരുടെ ഭാഷയും മറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു ചരിത്ര അന്വേഷിയാണ് എന്നിരുന്നാലും കൊച്ചിയുടെ ചരിത്രം പൊതുവായി തന്നെ എനിക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഈ വിഷയം, കൊച്ചിയിലെ ബുദ്ധൻ എന്നൊരു വിഷയം കേട്ടത് 2013 നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്ക് രേഖകളൊന്നും ലഭിക്കില്ല എന്ന് വെച്ചിരിക്കവെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന മാഹുവാൻ എന്ന് പറയുന്ന ചൈനീസ് നാവികൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ട് ഉള്ള യാങ് ലോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ പറയുന്ന കൊച്ചിയുടെ ചരിത്രം അല്ലെങ്കിൽ കൊച്ചി ആദ്യമായി വിസിറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ട് പറയുന്നുണ്ട്. അതിലെ വിഷയം എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊല്ലത്ത് നിന്ന് ഒരു രാവും പകലും കപ്പലോടിച്ചാൽ കൊച്ചിയിലെത്തുന്നതാണ്. അവിടുത്തെ രാജാവ് സൂര്യവംശജാതനും ബുദ്ധമതത്തിൽ പൂർണ്ണ വിശ്വാസിയും ആനകളെയും കാളകളെയും ഏറ്റവും ആദരവോടെ വണങ്ങുകയും ആകുന്നു. പ്രതിദിനം പ്രഭാത സമയത്ത് ബുദ്ധന്റെ വിഗ്രഹത്തെ ഭക്തിപൂർവ്വം തൊഴുതു നമസ്കരിക്കുന്നു. അദ്ദേഹം അരയ്ക്കുമേൽ വസ്ത്രം ധരിക്കുന്നില്ല, എന്നാൽ അരയിൽ പട്ടു ചുറ്റി അതിനെ ഒരു അരപ്പട്ട കൊണ്ട് ബന്ധിക്കുകയും തലയിൽ മഞ്ഞയോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രം കൊണ്ടുള്ള തലക്കെട്ട് ധരിക്കുകയും ചെയ്യുന്നു. എന്ന രീതിയിൽ ഈ പറയുന്ന കൊച്ചിയിലെ രാജാവിനെ ഈ പറയുന്ന സെങ്ഹെയുടെ ടീമിൽ അല്ലെങ്കിൽ സെങ്ഹെയുടെ നാവികപ്പടയിൽ ഉണ്ടായിരുന്ന മാഹുവാൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഇങ്ങനെയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം ഈ ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു കൊച്ചി രാജാവ് എന്നല്ലെങ്കിൽ കൊച്ചി ആ സമയത്ത് ഭരിച്ചിരുന്ന വ്യക്തി. ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് 1405 അല്ലെങ്കിൽ 9 ഒരു 20 ഇടയിൽപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് ഈ ചൈനീസ് നാവികർ കൊച്ചിയിലേക്ക് വന്നു എന്ന് പറയുന്നത്. ആ ഒരു വിഷയം ഒരു തർക്ക വിഷയം തന്നെയാണ്. വളരെയധികം കോൺട്രവേഴ്സി ഉണ്ട്. ചിലവരിപ്പോൾ അദ്ദേഹം ബൗദ്ധനാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഒരു വശത്തേക്ക് മാറ്റി വെച്ചാൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. പിന്നെ കൊച്ചിയുടെ ചരിത്രം നോക്കുമ്പോൾ ഇത് കൊച്ചി എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം മുമ്പ് കൊച്ചി രാജകുടുംബം അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പ് അത് ഇടപ്പള്ളിയിലായിരുന്നു അല്ലെങ്കിൽ ഇടപ്പള്ളി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ആ സ്ഥലം എന്നുള്ള ഒരു വസ്തുതയും ചേർത്ത് വെച്ച് നമ്മൾ അടുത്ത ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ കൊച്ചിയുടെ തന്നെ ചരിത്രകാരനായിട്ടുള്ള KL ബർണാഡ് മാഷ് എഴുതിയ ഹിസ്റ്ററി ഓഫ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ബുക്കിലെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്
ബുദ്ധിസ്റ്റ് വിഹാര എന്നാണ്. അതായത് ചൈനീസ് വർ ബുദ്ധിസ്റ്റ്, ദേ വർ ഇൻ നീഡ് ഓഫ് വിഹാര. രാജ അലൗഡ് ദം ടു ബിൽഡ് വൺ നിയർ ദ കോസ്റ്റ് ഓൺ ദ സൈറ്റ് ഓഫ് പ്രസൻറ്റ് ലോറൽ ക്ലബ്. അപ്പോൾ ഈ പ്രസൻറ്റ് ലോറൽ ക്ലബ്ബ് എന്ന് പറയുന്ന അത് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അവിടെ പുതിയതായിട്ട് പണിത വാട്ടർ മെട്രോ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ഹ്യൂജ് ഗ്രാനൈറ്റ് പില്ലേഴ്സ് വിത്ത് ലോട്ടസ് ക്യാപിറ്റൽസ് ആൻഡ് ഒക്ടഗോൺ pedestals were used in the construction of vihara, in which a marble statue of Buddha was placed. After departure of Chinese, the vihara was turned into temple, safely depositing the statue of Buddha in the near sea temple from where it was delivered after 500 years by the dredger Lord Wellington. The harbour executive engineer Mr. Milne kept the statue in his bungalow near the port office at Fort Cochin and took it home to England when he retired. അപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ, അതായത് ഈ സമയത്ത് നമ്മൾ കൊച്ചി പോവുകയാണെങ്കിൽ അവിടെ ലോറൽ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വാട്ടർ മെട്രോ ഇരിക്കുന്നത്. സോ ഏതാണ്ട് ആ ഭാഗത്തായിട്ടാണ് ഒരു ബുദ്ധവിഹാരം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കൊച്ചിയിലെ സ്വന്തം ചരിത്രകാരനായ ലേറ്റ് KL ബർണാഡ് മാഷ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, കാരണം ഇദ്ദേഹം കണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 47 ഈ പറയുന്ന ഒരു ബുദ്ധവിഹാരം, അല്ലെങ്കിൽ 40-ന് ശേഷമാണ് ഈ ബുദ്ധവിഹാരം ഉണ്ടായിരുന്നു എന്നുള്ളൊരു എക്സ്കവേഷനും മറ്റോടൊന്ന് മനസ്സിലാകുകയും ഈ പറയുന്ന ബുദ്ധവിഗ്രഹം കണ്ടെത്തി ഈ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കാലഘട്ടം 40-നും 50-നും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. 47 ബുദ്ധ വിഗ്രഹം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. തുടർന്നുകൊണ്ട് പറയുന്നത് പറഞ്ഞാൽ in 1503 when Portuguese were given permission by Raja of Cochin to build a fort, they demolished the temple cum vihara and built Santa Cruz Church on the site. British in 1874 dynamite tottering church and the heavy building materials like pillars and heavy slabs were used in the construction of groin along the coast of harbour mouth. The light materials having tiny statues were buried near the RDO's office in 1987. While digging for the foundation for a new building, these precious relics were unearthed. അപ്പോൾ ഈ 1503 പോർച്ചുഗീസുകാർ ഈ വിഹാരം ഡിമോളിഷ് ചെയ്തുകൊണ്ട് അവിടെ സാന്റക്രൂസ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച് സ്ഥാപിച്ചു എന്ന് പറയുന്നു. ആ സ്ഥാപിച്ച സ്ഥലം ഈ പറയുന്ന നമ്മുടെ ഈ ലോറൽ ക്ലബ് ഇരുന്നു എന്ന് പറയുന്ന വാട്ടർ മെട്രോയുടെ സൈറ്റ്, അതിന് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്തായിരുന്നു ഈ വിഹാരത്തിന് മേലെ പണിത ചർച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചർച്ചിൻ്റെയും പതനത്തെക്കുറിച്ചിട്ടും ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് 1874 അല്ലെങ്കിൽ 1900s തുടക്കം വരെ അതിൻ്റെ ചില ഭാഗങ്ങൾ, ആ പള്ളിയുടെ ചില ഭാഗങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തായിട്ട് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പില്ലറും മറ്റുമെല്ലാം തന്നെ അവിടെ ഈ അടുത്ത കാലത്ത് ചെറിയൊരു വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി സൈറ്റ് എടുത്ത് അവിടെ എക്സ്കവേഷൻ നടക്കുമ്പോൾ, ബിൽഡിംഗ് വേണ്ടിയിട്ട് നടക്കുമ്പോൾ ഈ പറയുന്ന പല ബിൽഡിംഗ് മെറ്റീരിയൽസും കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് അത് നമ്മുടെ ബാസ്റ്റ്യൻ ബംഗ്ലാവ്, ഫോർട്ട് കൊച്ചി ബാസ്റ്റ്യൻ ബംഗ്ലാവിൻ്റെ ഗാർഡനിൽ ഈ പറയുന്ന എല്ലാ സ്റ്റോൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലർ നമുക്കിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ അവിടെ ഒരു മോണ്യുമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ഉള്ള സാന്റക്രൂസ് ബസിലിക്കയുടെ അടുത്തായിട്ടും ഒരു പില്ലർ, ഈ സ്ട്രക്ചറിൽ നിന്നുള്ള പില്ലർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സോ ഈ വിഷയമെല്ലാം നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ഈ പുസ്തകത്തിൽ ഒരു സെൻറ്റൻസ് എന്നെ വളരെ അധികം ആകർഷിച്ചത്. ഹാർബർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിസ്റ്റർ മിൽനെ ഈ പറയുന്ന സ്റ്റാച്യു എടുത്ത് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ, ഫോർട്ട് കൊച്ചിയിലുള്ള ബംഗ്ലാവിൽ വെക്കുകയും പിന്നീട് അദ്ദേഹം പോകുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. സോ അതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു ലീഡ്. സോ അത് വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വെയർ അബൌട്ട്സും മറ്റും കണ്ടുപിടിച്ച് ഈ സ്റ്റാച്യു, കൊച്ചിയിലുണ്ടായിരുന്ന ബുദ്ധ സ്റ്റാച്യു നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണമായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ അതും സംബന്ധിച്ചുള്ള കുറേ അന്വേഷണങ്ങൾ ഞാൻ നടത്തുകയും അതേക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ഇനി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അങ്ങനെ 1940-കളിൽ ഈ ലോർഡ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഡ്രഡ്ജിങ് നടത്തുമ്പോൾ കണ്ടെടുത്ത ഈ ബുദ്ധ സ്റ്റാച്യു, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ബുദ്ധ വിഗ്രഹം പോകുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ പോർട്ട് ഓഫീസിൻ്റെ
ഗാർഡനിലായിരുന്നു. അവിടെ നിന്നും ഇത് നടത്തിയൊരു പ്രയാണം അത് ഇംഗ്ലണ്ടിലാണെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള മിൽനയുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ജനനവും മരണവും, അദ്ദേഹം എവിടെയാണ് ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇതേക്കുറിച്ചെല്ലാം ഞാൻ നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് ചില വ്യക്തതകൾ കിട്ടി. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഇദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നില്ല, നേരെ മറിച്ച് സ്കോട്ട്ലൻഡിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് അദ്ദേഹം ഒരു CIE ആയിരുന്നു, കമ്പാനിയൻ ഓഫ് ഇന്ത്യൻ എംപയർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ഇദ്ദേഹം ജനിക്കുന്നത് 1891 സ്കോട്ട്ലൻഡ് അബർദീൻഷയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. സോ അവിടെ നിന്നും പുള്ളി ബോംബെയിലേക്ക് വരികയും അദ്ദേഹം കല്യാണം കഴിക്കുകയും ഒരു കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ 47 വരെ കൊച്ചിയിൽ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഈ സ്റ്റാച്യു പോകുമ്പോൾ സ്കോട്ട്ലൻഡിലേക്ക് കൊണ്ടുപോയത്. സോ ഈ അന്വേഷണം തുടങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മിൽനെ എന്നുള്ള പേര് മാത്രം ലഭിക്കുകയും പിന്നീട് അത് അലക്സാണ്ടർ ജോർജ് മിൽനെ ആണ് എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇദ്ദേഹം സ്കോട്ട്ലൻഡിലാണ് ജനിച്ചതും മരിച്ചതും അവിടെ തന്നെയാണെന്ന് മനസ്സിലാക്കി. അവിടെ സ്കോട്ട്ലൻഡിലുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ അന്വേഷിക്കുമ്പോൾ വളരെ ജനറസ് ആയിട്ട് അവിടെ കുറേ ആൾക്കാരെ തന്നെ ഹെൽപ്പ് ചെയ്യാണ്ടായി അവിടെ നിന്നും. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇദ്ദേഹം മരിക്കുന്നത് 1981 മരിച്ചത് മോർണിംഗ് ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ്. അദ്ദേഹം താമസിച്ചിരുന്നതിൻ്റെ അഡ്രസ്സ് വരെ അവിടെയുള്ള ആൾക്കാർ നമുക്ക് ഷെയർ ചെയ്തു തന്നു. അതായത് 11 ഗ്രേ സ്ട്രീറ്റ് അബർദീൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഈ പറയുന്ന ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ അടക്കം ചെയ്ത ഒരു സെമിട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്നത്. അബർദീൻഷയർ ക്രിമിറ്റോറിയം ഹേസൽ ഹെഡ് ഈസ്റ്റ് ചാപ്പൽ, അതായത് ഒക്ടോബർ 22 12 മണി 1981 ഇദ്ദേഹം മരിച്ചു. സോ അവിടെ നിന്നാണ് ആദ്യം എൻ്റെ അന്വേഷണം ഇദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്നത്. സോ ആ ഒരു ക്രിമിറ്റോറിയം അല്ലെങ്കിൽ ആ ഒരു സെമിട്രിയിൽ നിന്നുള്ള അന്വേഷണത്തിലേക്ക് തുടങ്ങിയാണ് ഇദ്ദേഹത്തിലേക്ക് പോകുന്നത്. അങ്ങനെ മോർണിംഗ് ഫീൽഡ് ഹോസ്പിറ്റൽ 59 കിങ്സ് ഡേറ്റ് അബർദീൻ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലുമായി അന്വേഷണം നടത്തുമ്പോൾ പിന്നീട് മനസ്സിലായി 1998 ഈ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അവിടെ നിന്ന് ഡിമോളിഷ് ചെയ്യുകയും അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് മാറുകയും ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കിട്ടാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും വളരെ കുറേ കാലങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 2020 ആകുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകളുടെ മകനായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു വലിയൊരു മിലിറ്ററി റാങ്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബ്രിട്ടനിൽ. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ദ സോൾജർ ഇൻ ദ സാൻഡ് എന്ന് പറയുന്ന ബുക്ക് 2020 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു. ആ ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള അലക്സാണ്ടർ ജോർജ് മിൽനെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഈ ബുക്ക് എഴുതിയ ആളെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് ഈ വിഷയമെല്ലാം വളരെ നല്ല രീതിയിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ബുദ്ധനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി, അതായത് ആ ഒരു കൊളോണിയൽ പീരീഡിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മേ ബി ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇത് ചെയ്യാനോ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് അത് ഒരു ചെറിയൊരു വിഷയമുണ്ടായതുപോലെ, അതായത് തൻ്റെ ഗ്രാൻഡ് ഫാദർ ഇന്ത്യയിൽ നിന്നൊരു വസ്തു എടുത്തു കൊണ്ടുവന്നു എന്ന് പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം പുള്ളി പിന്നീട് അതിനോട് വളരെയധികം നമുക്ക് ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും പുള്ളി ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മദർ, അല്ലെങ്കിൽ കോച്ചിയിൽ വെച്ച് ജനിച്ച് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോഴും ബ്രിട്ടനിലുണ്ട് എന്നുള്ള വിഷയങ്ങളെല്ലാം ഇവരോട് സംസാരിച്ചു. പക്ഷേ ഈ ബുദ്ധനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനോട് കോർപ്പറേറ്റ് ചെയ്യാൻ ചില മടി കാണിക്കുകയുണ്ടായി. സോ ഞാൻ ആ ഒരു ഇതും അവിടെ വെച്ച് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ വിഷയം എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധനെ കണ്ടെത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ പറയുന്ന കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ചെറിയൊരു പോസ്റ്റ് ഈ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് എഴുതി പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്തിന് ശേഷം ഇതൊരു ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായി മാറ്റി
നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഈ പറയുന്ന ഓൺലൈൻ സെമിനാറിൻ്റെ ഭാഗമായി ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ ഈ പറയുന്ന വിഷയങ്ങൾ ഞാൻ പരമാവധി വിഷയങ്ങൾ ചേർത്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്ര ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് നൽകി അധികം പരിചയമില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയം വളരെ കൗതുകമുണർത്തുന്നതായിരിക്കാം ചിലർക്കെങ്കിലും. സോ അങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വീണ്ടും ഒരു അവസരവും അതേപോലെ തന്നെ ഒരു വേദിയും ഇനി ഒരുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന ഈ വിഷയത്തിൽ ഈ ബുദ്ധ വിഹാരം അല്ലെങ്കിൽ ഈ ബുദ്ധ സ്റ്റാച്യു അത് ചൈനീസ് ഒറിജിനാണോ അല്ലെങ്കിൽ നമ്മുടെ അനുരാധപുരം ശൈലിയിലുള്ള തനത് കേരളീയ ശൈലിയിലുള്ള ഒരു ബുദ്ധിസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നെല്ലാം ഉള്ളത് ഈ അടുത്ത ഒരു ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബുദ്ധനെ ഇതുവരെ അല്ലെങ്കിൽ ഈ ബുദ്ധ വിഗ്രഹം ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് കണ്ടെത്താനായിട്ടില്ല. സോ ആ ഒരു യാത്രയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ ഭാഗമാകാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ സ്കോട്ട്ലാൻഡിലോ മറ്റും പോയി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഒരു ടോപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ പറയുന്ന കൊച്ചിയിലുണ്ടായിരുന്നത് ബൗദ്ധ വിഗ്രഹം ഈ പറയുന്ന ചൈനീസ് ഒറിജിനുള്ളതാണോ അല്ലെങ്കിൽ നമ്മുടെ തനത് ഇന്ത്യൻ ശൈലിയിലുള്ളത് തന്നെയാണോ. ഇപ്പോൾ കരുമാടിക്കുട്ടനും അല്ലെങ്കിൽ മാവേലിക്കരയിലുള്ള ബുദ്ധനെ പോലെ തന്നെ നിഷയും മറ്റുമുള്ള ഒരു തനത് കേരളീയ ശൈലിയിലുള്ള ബുദ്ധനാണോ എന്നെല്ലാം അതിനുശേഷമാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു ബുദ്ധൻ കടൽ കടന്നു പോയി ഏതാണ്ട് 500 വർഷത്തോളം ജലസമാധിയിലിരുന്ന ഈ ബുദ്ധൻ ഇപ്പോൾ സ്കോട്ട്ലാൻഡ് പോലുള്ളൊരു വിദേശ രാജ്യത്ത് പോയി അദ്ദേഹത്തിൻ്റെ ധ്യാനം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ളൊരു പിക്ചറൈസേഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ കേരളത്തിലെ പല ചരിത്ര അന്വേഷികൾക്കും ഈ ഒരു വിഷയം വളരെ കൗതുകമുള്ളതാണെന്നുള്ളതും വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ബുദ്ധനെ കണ്ടെത്താനും അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.